ഇവരുടെ ഇടയിലെ പ്രശ്നമുണ്ടല്ല, ഈ പേരൻസ് ഇൻവോൾവ് ആകുന്നതുകൊണ്ടുള്ള ഈ നടന്ന കാര്യങ്ങളെന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ഒപ്പീനിയനാണ് അവർ പറഞ്ഞത്. അപ്പം ഇനിഷ്യലി ഇപ്പം നമുക്ക് ഒരു തോന്നൽ, ഇപ്പം ഒരു ചെറിയൊരു ആദ്യം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് നമ്മളെപ്പോഴും ഇഗ്നോർ ചെയ്യുമല്ലോ. പക്ഷെ അങ്ങനെ പല കാര്യങ്ങളായപ്പോഴൊക്കെയാണ് കൗൺസിലിങ്ങിന് പോവുകയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം ഒരു ഡിസ്കഷനിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ചേച്ചി അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പം എന്തെങ്കിലും അതൊരു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാവാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിൽ തന്നെ ഒരു നോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ അത് ആ എൻഡ് ചെയ്യുന്നത് സൂയിസൈഡ് ചെയ്യുമെന്ന് അന്നേ തൊട്ടേ പറയുമായിരുന്നു. ആരായിരുന്നു ഇത് പറയുന്നത്? ഗ്രീമയായിരുന്നോ അതോ? രണ്ടുപേരും പറയുമായിരുന്നു. അതിലിപ്പം ആൻറ്റി ആണ് കൂടുതലായിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ആൻറ്റി നമ്മൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൗൺസിലിങ്ങിന് പോയ കാര്യം പറഞ്ഞല്ലോ, കൗൺസിലേഴ്സ് പറഞ്ഞ കാര്യം അപ്പം നിങ്ങൾ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൻറ്റി തന്നെ പറഞ്ഞു. ഞാൻ ഡോക്ടറെ ഉപയോഗിച്ച് പറഞ്ഞു, ഡോക്ടറിൻ്റെ മുന്നിൽ വെച്ചല്ല, അല്ലാതെ അത് കാര്യം പോകാൻ ആദ്യം ഹെസിറ്റൻ്റ് ആയിരുന്നു. എന്നാൽ പിന്നെ പോയിട്ട് വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലത്തെ രീതിയിലുള്ള ടോക്ക് അന്നോട്ടേ ഉണ്ട്. ഇത് വെരി ബിഗിനിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒക്കെയാണ് കൗൺസിലിങ്ങിന് പോയത്. കൗൺസിലിങ്ങിന് പോയതിനു ശേഷം അതേപോലത്തെ ഒരു ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം പാരൻസ് ഇത്ര ഇൻ്റർവീൻ ചെയ്യുന്നു, പ്രൈവറ്റ് ലൈഫ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ഒരു മോളുള്ള ഒരു പാരൻറ്റ് ഇപ്പം ഓവർ പൊസസീവ്നെസ് ആണ്, ഓക്കെ ആയിക്കോട്ടെ, പക്ഷേ അതിനുള്ള ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് നമ്മളാണ് അത് തെളിയിക്കേണ്ടത് ഒരു കോടതിയിൽ ഒരു ഡിവോഴ്സ് കിട്ടാൻ. ആ ഒരു രീതിയിലൊക്കെയാണ് അത് അന്ന് ഒരു ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോൾ അന്ന് കേട്ടത്. തുടർന്ന് ഞങ്ങൾ SNDP-യിൽ ഞങ്ങളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഇതേപോലെ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടെന്നും അങ്ങനെ പറഞ്ഞ് നമ്മളെ ത്രെറ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട്, അതേപോലെ ഈ വിവാഹത്തിന് അവർ ഇൻ്റർവ്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അതും നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിപ്പം ഇത് നേരെ പോകണം എന്ന് പറയുകയാണെങ്കിൽ ചേട്ടൻ എൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയുന്ന ഒരാളുടെ കൂടെ നീ ജീവിക്കുമോ എന്നാണ് എൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചിട്ടുള്ളത്.